ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ജിൻസൺ ജേക്കബ്. ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അതായത് ഡിസംബർ 4-5 തീയതികളിൽ ഇന്ത്യ സന്ദർശിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യമാണ്. Su-57 അതുപോലെ തന്നെ Su-75 ഈ 2 എയർക്രാഫ്റ്റുകളാണ് മെയിനായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ പ്രതിരോധ സേനയ്ക്ക് വേണ്ടത്. ഒരു 4ാം തലമുറ കഴിഞ്ഞ് 5ാം തലമുറ യുദ്ധവിമാനം ഏതൊക്കെയാണെങ്കിലും ഇന്ത്യക്ക് അത്യാവശ്യമാണ്. ഇന്ത്യയുടെ കേപ്പബിലിറ്റി അനുസരിച്ച് ഇപ്പോൾ 5ാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കാനുള്ള ഒരു സയൻറ്റിഫിക്കലി ആയിട്ടുള്ള ഒരു അറിവ് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഉടനെ ഒരു 10 വർഷത്തിനുള്ളിൽ 5ാം തലമുറ യുദ്ധവിമാനം ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല. തേജസ് MK2 ഒക്കെ ഒരു 4.5 ജനറേഷനിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അത് തന്നെ ഇസ്രായേലുമായിട്ട് സഹകരിച്ച് നിർമ്മിക്കുകയാണെങ്കിൽ മാത്രമേ അത് 4.5 വരുള്ളൂ. കാരണം ഇസ്രായേൽ അതിന് സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം വരുന്നു എന്നുള്ളത് അനുസരിച്ച് മാത്രമേ തേജസിൻ്റെ ഭാവി ഇനിയിപ്പം പറയാൻ പറ്റത്തുള്ളൂ. കാരണം അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന എഞ്ചിൻ ഉപയോഗിച്ച് നമുക്ക് ഒരു കാരണവശാലും ഒരു ശക്തമായ ഒരു സൈനിക വിമാനം സ്വയം നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ റിസ്ക് പിടിച്ച കാര്യം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ചെയ്യേണ്ടത് സ്വന്തമായിട്ട് കാവേരി എഞ്ചിൻ വികസിപ്പിച്ചെടുക്കണം. അങ്ങനെ വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ശക്തമായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ അത് നമുക്ക് ഇന്ത്യയെ കൊണ്ട് തന്നെ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ നമ്മളെ സഹായിക്കാൻ പറ്റിയ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേൽ ഇനി ഇതിൻ്റെ തേജസ് MK2 അതുപോലെ വരുന്ന വിമാനങ്ങൾക്കൊക്കെ അവരുടെ സാങ്കേതിക സംവിധാനങ്ങൾ നമുക്ക് തുണയായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും 2035 നമുക്കൊരു 5 ജനറേഷൻ യുദ്ധവിമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ 6 ജനറേഷൻ യുദ്ധവിമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ ശാസ്ത്രകാരന്മാരുടെ കഴിവിനെ കീഴ്ത്തി കാണിക്കുന്നതല്ല. പക്ഷേ ഇപ്പോഴത്തെ കേപ്പബിലിറ്റി അനുസരിച്ച് നമുക്ക് അതിന് സാധിക്കത്തില്ല. അതുകൊണ്ട് വളരെ സാവധാനത്തിൽ നമ്മുടെ വികസനം മുന്നോട്ട് പോകുന്നത്. ഇതുകൊണ്ട് നമ്മുടെ ഇന്നിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ റഷ്യയിൽ നിന്ന് 2 തരത്തിലുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങൾ Su-57 Su-75 നമുക്ക് അത്യാവശ്യമായിട്ട് തന്നെ വേണം. എന്നാൽ മാത്രമേ ചൈനയ്ക്കെതിരെ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോഴത്തെ സാമ്പത്തിക അല്ലെങ്കിൽ സൈനിക ശക്തി അനുസരിച്ച് നമുക്ക് പാകിസ്ഥാനെ വിറപ്പിച്ച് നിർത്താനായിട്ട് സാധിക്കും. പക്ഷേ ചൈനയെ വിറപ്പിച്ച് നിർത്തണമെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ സൈനിക സമ്പത്ത് പോരാ. അതിന് നമുക്ക് വേറെ വേണം.